5-ാം തീയതി രാവിലെ ഞങ്ങൾ വനിതാ വിങ്ങിൻ്റെ ക്യാമ്പിന് വേണ്ടി പുറപ്പെട്ടതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് സർഫുത്തയും അതേപോലെ തന്നെ ടീച്ചറും. അതിലുപരി എക്സിക്യൂട്ടീവ് ക്യാമ്പാണ്. എക്സിക്യൂട്ടീവ് വനിതകളാണ്. 8:45 വ്യാപാര ഭവനിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. 8:45 തന്നെ ഞങ്ങൾ വ്യാപാര ഭവനിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ കരിങ്കലത്താണ് ഇന്നും KSRTC ബസ്സിനാണ് പോകുന്നത്. പിന്നെ ഓട്ടോക്കാണ് വ്യാപാര ഭവനിൽ എത്തിയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ബസ്സൊക്കെ റെഡി ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒന്ന് ഫ്രഷായി ബസ്സിൽ കയറി. കുറച്ച് ആളുകളെ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിക്ക് അങ്ങനെ ഓരോരുത്തരെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 100ഓളം വനിതകളാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. ഏകദേശം ഒരു 98 വനിതകളുണ്ടായിരുന്നു. ഞങ്ങളെ വ്യാപാരി വ്യവസായിൻ്റെ പ്രസിഡൻറ്റ് കുഞ്ഞാവാജി, അതേപോലെ തന്നെ സെക്രട്ടറി കുഞ്ഞാക്ക, കോർഡിനേറ്റർ നാസറാക്ക, ഇവർ 3 പേരും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴല്ലോ അസലായിട്ടൊരു കുന്നന്നെയായിരുന്നു കേട്ടോ കയറാനുണ്ടായിരുന്നത്. സത്വ റിസോർട്ടിൻ്റെ ആ ഒരു ഗേറ്റൊക്കെ കണ്ടു. അവിടെ നിന്ന് അങ്ങനെ പോയി ഞങ്ങൾ കീയൊക്കെ വാങ്ങി, റൂമിൽ കീയൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ എന്താ പറയുക, നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി. അതിനുശേഷം ഞങ്ങൾ 2:30 മണിക്ക് മീറ്റിംഗ് ഹാളിലേക്ക് ചെന്നു. നമ്മുടെ ആദ്യ നടപടിയായ മീറ്റിങ്ങിൻ്റെ സ്വാഗതം പറച്ചിൽ, അതേപോലെ ചെറിയൊരു മീറ്റിംഗ് എന്ന് മാത്രം പറയാവുന്ന ഒരു സെക്ഷൻ വെച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ പല കലാപരിപാടികളിലേക്ക് മാറുമായിരുന്നു. ഇതിലൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം, സ്റ്റേറ്റ് വനിതാ പ്രസിഡൻറ്റ് നമ്മുടെ ശ്രീജച്ചി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങളൊരാളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ, മീറ്റിങ്ങിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെൻ്റലിസം, ഹിപ്നോട്ടിസം, ഇങ്ങനെ ആരും ഒരുവിധം കാണാത്ത, ഞാനൊന്നും ശരിക്കും കാണാത്ത പുതിയ കുറേ മേഖലകളിലേക്ക് കടന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു ദിവസത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു സംഭവമായിരുന്നു നമ്മുടെ ഫവാസിൻ്റെ ഹിപ്നോട്ടിസം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, മെൻ്റലിസമൊക്കെ നമ്മളെ ഇതുവരെ കാണാത്ത, അല്ല സിനിമകളിലൊക്കെ ഷൂട്ടിങ് കാണുന്നത് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക സിനിമകളിലൊക്കെ നമ്മളൊരു സിനിമ കാണുന്ന പോലെ, അങ്ങനെയൊക്കെ ഞങ്ങളതിനെ അത്രയും അത്ഭുതത്തോടെ ഞങ്ങൾ ഓരോരുത്തരും അതിനെ കണ്ടു തീർത്തു. പക്ഷേ എനിക്കെന്തോ കയ്യിന് സുഖമില്ലാത്തതുകൊണ്ട് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരിലും ഒരുപോലെയൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലതൊന്നും മാറി നിന്നുകൊണ്ടായിരുന്നു ആ ഒരു ദിവസം കഴിഞ്ഞു പോയത്. എങ്കിൽ കൂടി ഫവാസിൻ്റെ ഹിപ്നോട്ടിസത്തിൻ്റെ ആ ഒരു വിവിധ മേഖലകളിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ ഞങ്ങൾക്ക് എനർജി വരെയായിരുന്നു. നല്ല ഫീഡ്ബാക്കൊക്കെ, ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടി. ഞാനും അതിൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. കാരണം ഇത്രയും ചെറിയ പ്രായത്തിലുള്ള അവന് ശരിക്കും എന്താ പറയുക, അവരുടെ ഉപബോധ മനസ്സിനെ കുറച്ച് നേരം ശരിക്കും അമ്മാനാടി എന്നുള്ളതാണ്. നമ്മളത് ലൈവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു അത്ഭുതം തന്നെയായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ നല്ല മ്യൂസിക്കൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെന്താ പറയുക, ഞാൻ കൂടുതൽ നേരമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടിങ്ങനെ നിന്നപ്പോൾ എന്താ പറയുക, അതിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ ഇങ്ങനെ കണ്ട് നിൽക്കില്ലേ. അപ്പോൾ റൂമിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ റൂമാണെങ്കിൽ 24 ആളില്ലേ, അടിപൊളി റൂം. 24 ബെഡായിട്ട്, ബെഡ് സ്പേസ് ആയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഡോർമെറ്ററി 1 ഞങ്ങൾ 2 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റൂംസ് ഉണ്ടായിരുന്നു. എന്തായാലും പല പല കഥകളൊക്കെ പറഞ്ഞ് രാത്രി ഞങ്ങൾ അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഇതിൻ്റെ ഇടയിൽ രാത്രി എന്ന് പറഞ്ഞത് സർഫത്താക്ക് BP കുറഞ്ഞിട്ട് ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ വന്നു. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഇനിയും ഞാനും സർഫത്തി ശരിക്കും നേരത്തെ തന്നെ റൂമിൽ കിടന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും അന്നത്തെ ദിവസം അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ദിവസം നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് ഇടാം. മുഴുവനായിട്ട് ഇടാൻ പറ്റില്ല, ഇത് പോസ്റ്റായിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. ഫോട്ടോ എടുത്തേക്ക് ഒരുപാട്